നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. അപ്പോൾ ട്രെയിനിൽ വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന കഴിക്കുന്നവരാണ്. എന്നിരിക്കെ ഈ ഭക്ഷണങ്ങളും ചായകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഏതായിരുന്നാലും ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ചായ തീർന്നു ചേട്ടാ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. ആദ്യം ഒന്ന് പാത്രം വൃത്തിയാക്കി വെള്ളം നിറക്കണം. ഈ വാട്ടർ ഹീറ്ററിട്ട് വെള്ളം ചൂടാക്കുമ്പോൾ ചായക്ക് പ്രത്യേക ടേസ്റ്റാ. ഇന്നലെ ബാക്കിയായ ചായ കുപ്പിയിൽ സൂക്ഷിച്ചത് നന്നായി. അതും കൂടെ ഇട്ടി ചൂടാക്കി കൊണ്ടുപോവാം. ചായ പടി, ചായ ചായ ചായ. കണ്ടില്ലേ, ഈ ചായയുടെ ഉത്ഭവ സ്ഥലം എവിടെ നിന്നാണ് ഉണ്ടായത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇനി നിങ്ങളോടാണ് പറയാനിരിക്കുന്നത്, ആ ട്രെയിനിൽ കൊണ്ടുപോകുന്ന ആ ജഗ് ഉണ്ടല്ലോ, ഫ്ലാസ്ക് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും അതിനെ കഴുകി വൃത്തിയാക്കാതെ അവർ ആ ഫ്ലാസ്കിനെ തന്നെ കൊണ്ടുപോയി നടക്കുന്നത്. എന്നിരിക്കെ നിങ്ങൾ എന്താക്കണം, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങളൊക്കെ ചായകളൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ചായയൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. ഏതായിരുന്നാലും ഇന്ത്യ രാജ്യം സ്വച്ഛ ഭാരതം എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ട്രെയിനിലുള്ള ഈ ഫ്ലാസ്കിന് സ്വച്ഛ ഭാരതം വന്നില്ല എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ച് ട്രെയിനിലുള്ള ഫുഡുകളെ നാം എന്താക്കണം, ഓർഡർ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ വരുന്ന ഭാവി ജീവിതത്തിൽ നാം അത്തരത്തിലുള്ള ചായകളും ഫുഡുകളും എല്ലാം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു എഫക്റ്റ് വരാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്താക്കണം, ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. അപ്പോൾ ട്രെയിനിൽ വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന കഴിക്കുന്നവരാണ്. എന്നിരിക്കെ ഈ ഭക്ഷണങ്ങളും ചായകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും അതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഏതായിരുന്നാലും ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ചായ തീർന്നു ചേട്ടാ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. ആദ്യം ഒന്ന് പാത്രം വൃത്തിയാക്കി വെള്ളം നിറക്കണം. ഈ വാട്ടർ ഹീറ്ററിട്ട് വെള്ളം ചൂടാക്കുമ്പോൾ ചായക്ക് പ്രത്യേക ടേസ്റ്റാ. ഇന്നലെ ബാക്കിയായ ചായ കുപ്പിയിൽ സൂക്ഷിച്ചത് നന്നായി. അതും കൂടെ ഇട്ടി ചൂടാക്കി കൊണ്ടുപോവാം. ചായ പടി, ചായ ചായ ചായ. കണ്ടില്ലേ, ഈ ചായയുടെ ഉത്ഭവ സ്ഥലം എവിടെ നിന്നാണ് ഉണ്ടായത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇനി നിങ്ങളോടാണ് പറയാനിരിക്കുന്നത്, ആ ട്രെയിനിൽ കൊണ്ടുപോകുന്ന ആ ജഗ് ഉണ്ടല്ലോ, ഫ്ലാസ്ക് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകും അതിനെ കഴുകി വൃത്തിയാക്കാതെ അവർ ആ ഫ്ലാസ്കിനെ തന്നെ കൊണ്ടുപോയി നടക്കുന്നത്. എന്നിരിക്കെ നിങ്ങൾ എന്താക്കണം, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങളൊക്കെ ചായകളൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ചായയൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. ഏതായിരുന്നാലും ഇന്ത്യ രാജ്യം സ്വച്ഛ ഭാരതം എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ട്രെയിനിലുള്ള ഈ ഫ്ലാസ്കിന് സ്വച്ഛ ഭാരതം വന്നില്ല എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ച് ട്രെയിനിലുള്ള ഫുഡുകളെ നാം എന്താക്കണം, ഓർഡർ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ വരുന്ന ഭാവി ജീവിതത്തിൽ നാം അത്തരത്തിലുള്ള ചായകളും ഫുഡുകളും എല്ലാം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു എഫക്റ്റ് വരാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്താക്കണം, ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓക്കെ.